എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ആൻഡ്രോയിഡ് മൊബൈലൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ എങ്ങനെ PDF ഫയൽ എളുപ്പത്തിലാക്കാം എന്നാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് മൊബൈലിൽ എങ്ങനെ PDF ഫയൽ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മൊബൈലിലും ഗൂഗിൾ ഡ്രൈവ് പറഞ്ഞ ആപ്പുണ്ട്. ആ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഡ്രൈവ് എന്ന ആപ്പുണ്ട്. ആ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും. ഗൂഗിൾ ഡ്രൈവ് എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഗൂഗിൾ ഡ്രൈവ് കാണുമ്പോൾ ഇതാണ് ഗൂഗിൾ ഡ്രൈവ്. ആ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. ആ ഡ്രൈവ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറേ ഉണ്ട്. അതിലടിയിൽ പ്ലസ് ആറിന് ഐക്കണ്ട്. ആ പ്ലസ് ആറിന് ഐക്കണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ആറിന് ഐക്കണ്ട് ക്ലിക്ക് ചെയ്യുമ്പം ഫോൾഡർ കാണാം, അപ്ലോഡ് കാണാം, സ്കാന് കാണാം, ഗൂഗിൾ ഡോക്സ് കാണാം, ഗൂഗിൾ ഷീറ്റ് കാണാം, ഗൂഗിൾ സ്ലൈഡ്സ് കാണാം. അതിൽ സ്കാൻ നമുക്ക് വേണ്ടത് ക്യാമറൻ്റെ ചിഹ്നമില്ല, ആ സ്കാന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങോട്ട് മൂന്നാമത്തെ സ്കാന്, ആ സ്കാന് ഓപ്പൺ ചെയ്യുക. സ്കാന് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ക്യാമറ ഓപ്പൺ ആവും. സ്കാൻ എടുത്തതിന് ശേഷം നിങ്ങൾ ക്യാമറ ഓപ്പണായി വരും. അത് ഓപ്പണായി വരുമ്പം നിങ്ങൾ ഏതൊരു ഫോട്ടോ, ഉദാഹരണത്തിന് ഞാനൊരു ഫോട്ടോ എടുത്തു. അത് ഇവിടെ റീച്ചറിൽ ഓക്കെ ആണ്. അതിൽ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങളോട് കളർ മാറ്റാൻ അങ്ങ് ചോദിക്കും. ഇവിടെ എത്ര ഫോട്ടോ ആഡ് ചെയ്യാം. ക്രോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാം. ഉദാഹരണത്തിന് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്യണമെങ്കിൽ അത് ക്രോപ്പ് ചെയ്തതിന് ശേഷം ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ കറക്റ്റ് ലെവലിൽ ആയി. ഞങ്ങൾക്ക് കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റി കൊടുക്കുക. ഇവിടുത്തെ കളർ മാറ്റി, ഇവിടെ നോൺ ആണെങ്കിൽ നോൺ ആക്കി കൊടുക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കൊടുക്കുക. കളറാണെങ്കിൽ കളറാക്കി കൊടുക്കുക. കളർ ഡ്രോയിങ് ആണെങ്കിൽ ഡ്രോയിങ് ആക്കി കൊടുക്കുക. ഞാൻ ഉദാഹരണത്തിൽ ഈ കളർ എടുത്തു. കളർ സെലക്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അതിൽ സെലക്ട് ചെയ്യുക. ഇവിടെ കളറിൻ്റെ ഈ ഐക്കൻ്റെ അവിടെ സെലക്ട് ചെയ്താണ്ട് നോൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കളർ ഡ്രോയിങ് അങ്ങനെ കുറേ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തത്. ഞാൻ കളർ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക. കളറും കൊടുത്തു. ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് സേവ് കൊടുക്കുക. ഇപ്പോൾ സേവ് എടുത്തു. സേവായി. ഇവിടെ അതിന് പേര് വെച്ചു. ഫോട്ടോ ഇപ്പോൾ നമ്മൾ ഇതാക്കി. നിങ്ങൾക്ക് എന്ന് വേണമെങ്കിൽ ഇതിൽ കൂടെ ചെയ്യാം. PDF ഫയലാക്കി ഇതിൽ കൂടെ മാറ്റാം. എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക. ഇപ്പോൾ അത് സേവായി. ഇപ്പോൾ അതാ ഇതിൽ സേവായി. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡിങ് ആണുള്ളൂ. ഇപ്പോൾ അത് ഡൗൺലോഡായി. ഇപ്പോൾ നമുക്ക് PDF ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റി. ഇപ്പോൾ നമ്മൾ ചെയ്ത PDF ആണിത്. ഓപ്പൺ ആക്കാൻ പറ്റി. നമ്മൾ ചെയ്ത PDF ആണ്. ഇപ്പോൾ ഓപ്പണായി വന്നു. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ PDF. ഞാൻ ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ച് കാണിച്ചു തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ എന്താണ് ആഡ് ചെയ്യുക. ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ PDF ഫയലാക്കാം. ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ ആക്കാം. ഇതൊക്കെ ആക്കാം. ഇതിപ്പോൾ ഞാൻ ആക്കിയ ഫോട്ടോ ആണ്, PDF ആണ്. ഇതാണ് ആക്കിയത്. അപ്പോൾ സേവ് എടുത്താണ്ട് ഇവിടെ സേവിൽ കാണും. അപ്പോൾ ഇത് ഫോട്ടോയിലാണ് നേരിട്ട് സേവ് ആയത്. നിങ്ങൾ ഏത് ഫോട്ടോയിലാണോ ആക്കിയത് ആ ഫോട്ടോയിൽ വരുള്ളൂ. അപ്പോൾ ഇതാണ് മൊബൈലിൽ എളുപ്പത്തിൽ PDF ആക്കാൻ വഴി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കാണുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബട്ടണിൽ
കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ കഴിഞ്ഞ